പോലീസിന്റെ ക്രൂരമുഖം. യൂത്ത് കോൺഗ്രസ് നേതാവിനെ തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യം പുറത്ത്. കാരണമായി പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തതിന്റെ CCTV ദൃശ്യങ്ങൾ വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പ്രകാരം ലഭിച്ചു. 2023 ഏപ്രിൽ മാസം 5-ാം തീയതി ചുമന്നൂരിൽ വെച്ച് വഴിയരികിൽ നിന്നിരുന്ന സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തുന്ന ശ്രദ്ധയിൽപ്പെട്ട സുജിത്ത് കാര്യം തിരക്കിയത് ഇഷ്ടപ്പെടാതിരുന്ന കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ SI നുഹ്മാൻ സുജിത്തിനെ പോലീസ് ജീപ്പിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും തുടർന്ന് സ്റ്റേഷനിൽ വെച്ച് SI നുഹ്മാൻ, CPOമാരായ ശശീന്ദ്രൻ, സന്ദീപ്, സജീവൻ എന്നിവർ ചേർന്ന് തല്ലിച്ചതയ്ക്കുകയായിരുന്നു. മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുകയും പോലീസിനെ ഉപദ്രവിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്ന് വ്യാജ FIR ഉണ്ടാക്കി സുജിത്തിനെ ജയിലിലടയ്ക്കാനായിരുന്നു പോലീസിന്റെ നീക്കം. എന്നാൽ വൈദ്യപരിശോധനയിൽ സുജിത്ത് മദ്യപിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതി സുജിത്തിന് ജാമ്യം അനുവദിക്കുകയും ചെയ്തു. തുടർന്ന് കോടതിയുടെ നിർദ്ദേശാനുസരണം വൈദ്യപരിശോധനയിൽ പോലീസ് ആക്രമണത്തിൽ സുജിത്തിന്റെ ചെവിക്ക് കേൾവി തകരാർ സംഭവിച്ചു എന്ന് അറിയാൻ കഴിഞ്ഞു. തുടർന്ന് സുജിത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി. എന്നാൽ പോലീസ് ഈ പരാതിയിൽ കേസെടുക്കുവാനോ നടപടി സ്വീകരിക്കാനോ തയ്യാറായില്ല. മാത്രമല്ല, സുജിത്തിനെ മർദ്ദിച്ചവരായ പോലീസുകാർ ജില്ലയിൽ ക്രമസമാധാന ചുമതലയിൽ വിലസുകയുമാണ്. ഇതിനെതിരെ സുജിത്ത് കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്ന് തെളിവുകൾ പരിശോധിച്ച കുന്നംകുളം 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കുന്നംകുളം പോലീസുകാർക്കെതിരെ ക്രൂര മർദ്ദനമേൽപ്പിച്ചതിനെതിരെ അസാധാരണ വിധം നേരിട്ട് കേസെടുത്തു. തന്നെ മർദ്ദിച്ചതിന്റെ തെളിവ് ശേഖരിക്കുന്നതിന്റെ ഭാഗമായി പോലീസിൽ അന്നേ ദിവസത്തെ CCTV ദൃശ്യങ്ങൾക്ക് അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ പോലീസ് പല കാരണങ്ങൾ പറഞ്ഞ് ദൃശ്യം നൽകുന്നത് തടഞ്ഞു. തുടർന്ന് സുജിത്ത് വിവരാവകാശ പ്രകാരം CCTV ദൃശ്യം ആവശ്യപ്പെട്ടു. അപ്പോഴും പോലീസിന്റെ നിസ്സഹകരണം ഉണ്ടായി. തുടർന്ന് സുജിത്ത് നൽകിയ അപ്പീൽ അപേക്ഷയിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഒരു പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ നൽകുവാനുള്ള ഉത്തരവും ഇറക്കി. തുടർന്ന് പോലീസിന്റെ അലംഭാവത്തെ തുടർന്ന് വിവരാവകാശ കമ്മീഷൻ പോലീസിനെയും സുജിത്തിനെയും നേരിട്ട് വിളിച്ചു വരുത്തി രണ്ടുപേരുടെയും വാദം കേട്ട് സുജിത്ത് ആവശ്യപ്പെട്ട CCTV ദൃശ്യങ്ങൾ നൽകുവാൻ കർശന നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ സുജിത്തിന് തന്നെ പോലീസ് സ്റ്റേഷനിലെ പല സ്ഥലങ്ങളിൽ വെച്ച് SI ഉൾപ്പെടെ പോലീസുകാർ മർദ്ദിച്ച് അവശനാക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചത്. നിലവിൽ കോടതി ഈ പോലീസുകാർക്കെതിരെ നേരിട്ടെടുത്ത കേസിൽ വിചാരണ നടന്നുവരികയാണ്. അതല്ല